സുവിശേഷ കൈമാറ്റത്തിന് ഈ വേറെ ഒരു നിലവാരം തരാൻ വേണ്ടി എപ്പോഴും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി തരുമോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ അമ്മ തരുമ്പോൾ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതിയാണ് പ്രത്യക്ഷ പ്രാർത്ഥനയിലൂടെ നമുക്ക് തന്ന കൃപാവര പദ്ധതിയായിട്ടാണ് ഇപ്പോഴേ ഈ ജനങ്ങളെ അവരുടെ കൃപയിൽ നിന്നും അവരുടെ വിശ്വാസത്തിൽ നിന്നും അവരുടെ സമൃദ്ധിയിൽ നിന്നും അവർ ദാനം ചെയ്യുമ്പോൾ സുവിശേഷത്തിൻ്റെ ആളായ്മയായിട്ട് ജനങ്ങൾ തന്നെ കൺവേർട്ട് ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, ലോകം മുഴുവൻ വ്യാപിച്ച് പുളിമാവ് പോലെ പരക്കുന്ന സുവിശേഷ പ്രയോഗ പ്രവർത്തന മുന്നേറ്റത്തിലെ എന്നെയും കരുവാക്കിയതിലെ എന്നെയും ഉപകരണമാക്കിയതിലെ ഞാനേക്ക് നന്ദി പറയുന്നു. എന്നെ ഈ കൃപയിലെ അങ്ങ് നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. കൃപമതിയേ അളവില്ലാത്തതിൻ അപ്പോൾ ഈ ചേച്ചി കൃത്യമായിട്ട് രണ്ടാമത് ഘട്ടത്തെ പുതുക്കി കഴിഞ്ഞപ്പോൾ ഉടമ്പടിയുടെ സ്പിരിറ്റ് മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ മിഷൻ കൃത്യമായിട്ട് ദൈവസ്നേഹത്തോടെ ചെയ്യാൻ തുടങ്ങി. കാര്യം വെച്ചാൽ വെറുതെ കൊടുക്കുകയല്ല, ഉറപ്പ് വരുത്തും. നമ്മൾ കൊടുക്കണ നമ്മൾ കൊടുക്കണ ഭക്ഷണം അർഹമായ സ്ഥലത്താണ് കൊടുക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവരോട് കർത്താവിനെക്കുറിച്ച് പറയും. കൊടുത്തിട്ട് പോരുകയല്ല പ്രശ്നം. അങ്ങനെ പറയാൻ പറ്റാത്ത ചാതുര്യമില്ലാത്തവർക്കാണ് പത്രം കൊടുക്കണത്. മനസ്സിലായില്ല? പത്രം കൊടുത്താൽ ചെറുക്കെ പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല പറയാൻ. അതുകൊണ്ട് പത്രം കൊടുക്കും. പത്രം കൊടുക്കുമ്പോൾ എന്താണ്? ചവർ പോലെ സാക്ഷ്യം പെയ്ത് കിടക്കുകയില്ലേ പത്രത്തിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും സുവിശേഷ കാലത്തിൻ്റെ ഒരു പുതിയ കാല പതിപ്പുകളാണ് നിങ്ങളുടെ കയ്യിൽ വരണത്. അത് തൊടുന്നപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത് വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ദൈവം അതെല്ലാം ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് ഇതിൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ മുതൽ മുടക്കിയാൽ, ദൈവസ്നേഹത്തിൻ്റെ മുതൽ മുടക്കിയാൽ, പ്രത്യാശയുടെ മുതൽ മുടക്കിയാൽ ഇതിന് കറക്റ്റ് റൈറ്റായിട്ടുള്ള റിട്ടേൺസ് ഉണ്ടെന്ന് ഇപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ആൾക്കാരിപ്പോഴേ പഴയതുപോലെ പമ്മലൊന്നുമില്ല. നേരിട്ട് ചൊവ്വേ എത്ര വഴക്ക് കേട്ടാലും ആക്ഷേപിച്ചാലും അവർ പറയും നാളെ നിങ്ങളും വരും. ഇപ്പം ഞാനിപ്പോൾ ഇടുക്കിയിലെ ചേടുത്തി ആലപ്പുഴയ്ക്ക് കൂട്ടുവരാൻ വേണ്ടി ഒരു ചേടുത്തിയോട് പറഞ്ഞ് പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ വരണ ദിവസം വിളിക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ അവിടെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. പണ്ട് മാതാവിനെ ഇല്ലാതെയൊക്കെ പ്രസംഗിച്ച് നടന്ന ബ്രദറാണെന്ന് തോന്നണം. ബ്രദർ പറഞ്ഞ് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഇവിടെ തന്നെ ഉണ്ടല്ലോ 100,000 മാതാവ് എല്ലാ പള്ളിയിലും, പിന്നെ നിങ്ങളെന്താ വഴി കെട്ടിയെടുത്ത് ആലപ്പുഴ ഓടണത്, ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ഉടനെ ഈ ചേർത്തി പറഞ്ഞ് അയാളെ ഭർത്താവിനെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ അവർക്ക് പ്രശ്നമുണ്ട്, അവർക്ക് ഛർദ്ദിക്കും. ചിലപ്പോൾ ഛർദ്ദിച്ചാൽ ബോധം കെട്ടുപോകും. അപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മേ വണ്ടിയെ കയറുകയാണ്, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു, ആരും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞവരും വരണില്ല, ഞാൻ ഛർദ്ദിച്ച് ബോധം കെട്ടാൽ പിന്നെ അവസ്ഥ എനിക്കറിയാവില്ല, എന്നാലും ഞാൻ പോകും. വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യണ രീതി കണ്ടില്ലേ? എന്നിട്ട് അവർ പറയണേ ഞാൻ ഇവിടെ വന്ന് അമ്മയെ കണ്ട് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയതെന്ന്. വണ്ടിയിലിരിക്കുമ്പോഴൊക്കെ എന്താണ് അമ്മ കൂടെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിശ്വാസമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവം പറയും, വിശ്വാസം കാണിക്കാൻ പറയും. നമ്മുടെ കൈവശം എന്തുണ്ടെന്ന്, നിങ്ങളുടെ കൈവശമുള്ള വിശ്വാസം ദൈവം പറയും, കാണിക്കാൻ പറയും. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് ആ തളവായ രോഗിയുടെ കാര്യം തന്നെ എടുത്തേ. തളവായ രോഗിക്ക് അയാൾ ഒരു പ്രത്യാശമില്ലാത്ത ഒരു സാഹചര്യത്തിൽ തളർന്ന കോശങ്ങൾ മരിച്ച ഞരമ്പ് തളർന്ന ഒരു മാംസപിണ്ഡമായിട്ട് ഈച്ചയും പിടിച്ച് കിടക്കുന്ന ആളാണ്. ഈ ആളിനോടും ഈശോ ചോദിക്കുകയാണ്, എന്താണ് നീ ഈച്ച പിടിച്ചാലും കിടക്കുന്ന അവസ്ഥയിലും നിൻ്റെ മാംസപിണ്ഡം തളർന്നാലും ഞരമ്പിന് തളർച്ച വന്നാലും നിനക്ക് ഈശോയ്ക്ക് നീ പ്രിയപ്പെട്ടവനാണ്. അത് ഈ ഒറ്റ കാര്യം കൊണ്ട് മനസ്സിലാകും.
ആർക്കും നിന്നെ സുഖപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ഈ ലോകത്ത്. ആർക്കും നിന്നെ സുഖപ്പെടുത്താൻ ഒരു ആഗ്രഹവുമില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് നീ സുഖപ്പെടണമെന്ന്. പക്ഷെ നിനക്ക് ആഗ്രഹം ഉണ്ടാകണം, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് കർത്താവ് ചോദിക്കും. അപ്പം പറയും എനിക്ക് നീ പറഞ്ഞതുപോലെ ആരുമില്ല എന്ന് പറയും. അപ്പോൾ ഈശോ പറയും എഴുന്നേറ്റ് നടക്കാൻ പറയും. എഴുന്നേറ്റ് നടക്കാൻ പറയണല്ല പ്രശ്നം. തളർന്ന ആള് കട്ടിലും കൊണ്ട് എഴുന്നേക്കണ കാഴ്ച നമ്മൾ കാണുന്നത്. തളർന്ന ആള് കട്ടിലും കൊണ്ട്, കാര്യം വെച്ചാൽ ഇവൻ്റെ ആഗ്രഹം ഈശോയിലുള്ള വിശ്വാസമാണ് ഇവനെ കട്ടിൽ 38 വർഷമായിട്ട് തളർന്നു കിടക്കുന്നവനെ കട്ടിൽ പൊക്കിക്കുന്ന കർത്താവ്. അത് വിശ്വാസത്തിൻ്റെ ഒരു വലിയ സുവിശേഷമാണ്. എന്ന് വെച്ചാൽ നിൻ്റെ വിശ്വാസം വളർത്തു. ആരെല്ലാം വിശ്വാസം അവിഞ്ഞു പോയാലും നീ അത് മൈൻഡ് ചെയ്യരുത്. ഈ മനുഷ്യൻ്റെ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളാണ്. കുറച്ച് നാളൊക്കെ നിന്ന് ബൈസ്റ്റാൻഡേഴ്സൊക്കെ വണ്ടി വിട്ട് പോയി. ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറും ഇല്ല, ബൈസ്റ്റാൻഡറൊന്നും ഇല്ല. അയാൾ കറക്റ്റ് കാര്യം പറയും, എനിക്കാരുമില്ലെന്ന് പറയും. അപ്പോൾ കർത്താവ് പറയും ഞാൻ നിനക്കുണ്ടെന്ന് പറയും. കാര്യം ഭാര്യയെ കണ്ടോ ഭർത്താവിനെ കണ്ടോ മക്കളെ കണ്ടോ അല്ല നിന്ന് ഞാൻ ജനിപ്പിച്ചത്, എന്നെ കണ്ടാണെന്ന് പറയും. കടിക് ശ്രുതികട ഹല്ലേലൂയ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. എന്നെ ചുറ്റും ആയിരങ്ങൾക്കിടയിലാ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ ഒരുവൻ. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. അത് യേശുവായിരുന്നു, എന്റെ രക്ഷയായിരുന്നു. അവൻ എന്റെ ശിക്ഷ ഏറ്റുവാങ്ങിയിരുന്നു. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചകാ. ബത്സയിദ കുളക്കരയിലെ രോഗി പോൽ ഞാൻ തളർന്നവനാകുന്നു. നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചകാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ആൻസി കുമ്പളങ്ങിയുടെ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ ആൻസി കുമ്പളങ്ങി ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ്? അവർ ജപ്തി നടപടി വന്നു, ജപ്തി ഇന്ന് കടം മേടിച്ച് ജപ്തി അപ്പൻ്റെ അമ്മയുടെയും ജപ്തി ഒഴിവാക്കി കൊടുത്തു. അപ്പോൾ ഇവർ കടക്കാരായി. അപ്പോൾ എന്നാ പറ്റി, പ്രളയവും മഴയും വന്നിട്ട് വീടൊടിഞ്ഞ് വീണ് പിന്നെ അപ്പനെയും അമ്മയും കൊണ്ടുപോയി വാടകയ്ക്കാക്കി. അമ്മയാണെങ്കിൽ ഓർമ്മയില്ല. മകൻ മദ്യപാനത്തിൽ തേരാപ്പാര നടന്നിട്ട് നാടുവിട്ട് പോയിരിക്കുക. ഇങ്ങനെ തകർന്ന ഒരു ജീവിതം, എല്ലാം തീർന്ന് അങ്ങനെ പോവുകയാണ്. പിന്നെ മരിക്കണം വരെ മകളായിരിക്കുമ്പോൾ നമുക്ക് നോക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവരുടെ മനസ്സ് മാറുന്നില്ല. ഇവർ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു അപ്പനും അമ്മയും ഒരു വീട് നമുക്ക് ശരിക്ക് കൊടുക്കാം. എപ്പോഴും ജീവിതകാലത്ത് എങ്ങനെ അവർ മരിക്കുമ്പോൾ വാടക വീട്ടിൽ കിടന്ന് മരിക്കണം ശരിയല്ലല്ല, അതൊരു മനുഷ്യത്വമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്നിട്ട് ഇവർ ഭാര്യയും ഭർത്താവും കൂടി ലോൺ എടുത്തിട്ട് ഒരു ആ പൊളിഞ്ഞു പോയ വീട്ടിൽ വേറൊരു വീട് ഉണ്ടാക്കിയെടുക്കും. വില കുഴപ്പമില്ലാത്തൊരു വീട് കുഴപ്പമില്ലാത്തൊരു വീട് ഉണ്ടാക്കിയെടുത്ത് കഴിയുമ്പോൾ ഉടമ്പടിക്കാലമാണ്. എന്നുവെച്ചാൽ ഈ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? അതെന്തിൻ്റെ ആഗ്രഹം? ഈശോയിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ആഗ്രഹം വരണത്. അപ്പം അവൻ പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറയും. കാര്യം എന്താണ്? നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ, നീ എൻ്റെ അരികെ നിൽക്കുന്നുണ്ടല്ലോ, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റിലാണ് ഈ ആഗ്രഹം നിലനിൽക്കുന്നത്. അപ്പോഴെന്താണ്? നമ്മളെ കടം മേടിച്ച് അപ്പനും അമ്മയ്ക്കും വീട് വാങ്ങിച്ച് കൊടുത്താലും എന്താണ്, നമ്മൾ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ, കർത്താവ് ഇന്നല്ലെങ്കിൽ നാളെ അത് വർക്കൗട്ട് ചെയ്യിക്കും. അതാണ് അവരുടെ വിശ്വാസം. ആ വിശ്വാസത്തെ ഞാൻ ഇവരുടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ വീട് കർത്താവ് ചിലപ്പോൾ ഉന്തിയിട്ടതായിരിക്കും, നമുക്കറിയത്തില്ല. ഇതിനകത്ത് ഈ ഉടമ്പടി എടുക്കുന്ന കാലത്തെ പലതരത്തിലുള്ള തകർച്ചകളുണ്ടാകും. നമ്മൾ അതിനെങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് നോക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇവർ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇവർ പറയണ പുതിയ കടത്തിൻ്റെ ജപ്തിക്ക് കടമുണ്ടായിരുന്നു, അതൊഴിച്ചു, ഇനി ഈ വീടിന് കടമുണ്ടാവും. എന്നാലും അപ്പനും അമ്മയും സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കുമല്ലോ,
മക്കളെ ജീവിച്ചിരിക്കുമ്പോൾ അതല്ലേ അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വീട് ഉണ്ടാക്കി കൊടുക്കും. അവർ പറയണേ, ആ വീട് ഉണ്ടാക്കണേനെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് പോലും അറിയാൻ പാലാത്ത രീതിയിൽ ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് ആ വീട് റെഡിയായത്. ഒരു 6 മാസത്തിനുള്ളിൽ വീട് റെഡിയായി. അത് ഈ മരിയൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയിലുണ്ട്. അമ്മ ആ വിഷയത്തിൽ കൊണ്ടുപോയി നമുക്കറിയാൻ പറ്റും. ഈ മുല്ലപ്പൂവൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അവർ പറയുന്നുണ്ട് ഇടയ്ക്ക്, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ അച്ഛാ എല്ലായിടത്തും മുല്ലപ്പൂവിൻ്റെ മണമാണ്. അപ്പം ഞാനവർക്ക് എനിക്ക് മാത്രമേ ഉള്ളെന്ന്. അപ്പോഴുണ്ട് എല്ലാ ദിവസവും അവിടെ മുല്ലപ്പൂവിൻ്റെ മണം, മുല്ലപ്പൂവിൻ്റെ മണമുള്ള വീട്. ഇന്ന് ആ സാക്ഷി അപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ നോക്കണം കേട്ടോ. ഒരു കുടുംബം എങ്ങനെ രക്ഷപ്പെട്ട് വരണമെന്ന്, അമ്മ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്ന് അറിയാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയൻ സീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുടുംബത്തിന് എന്താ സംഭവിച്ചത്? ആദ്യം ജപ്തിയായി. അത് തകർത്തുകൊണ്ട് അതിനെ വിശ്വാസത്തെ അതിജീവിച്ചുകൊണ്ട് ജപ്തി നടപടി മാറ്റിക്കൊടുത്തു. പിന്നെ അത് അപ്പനും അമ്മയും വാടകയ്ക്കായി. പിന്നെ ആ വീട് ഇടിഞ്ഞ് വീണ് അങ്ങനെ അപ്പനും അമ്മയും വാടകയ്ക്കായി. അപ്പോഴും വിശ്വാസം കളയാതെ ഇവർ നിന്നിട്ട് അതിനെ അതിജീവിക്കും. പിന്നെ എന്താണ്? പിന്നെ ഇതെല്ലാം കാശുരവും ആ കട്ടളപ്പടിയിലും എല്ലാം കൃപാസനം കാശുരവും വെച്ചാണ് ഇവർ ചെയ്യണതെല്ലാം. എന്ന് വെച്ചാൽ ആ അവസാനം മാതാവിൻ്റെ തന്നെ സാന്നിധ്യത്തിൽ ആ വീട് തീർക്കും. തീർത്ത് കഴിയുമ്പോൾ എന്നാ പറ്റുമെന്നറിയാവോ? ആങ്ങളെ തിരിച്ചു വരും. അവനൊരു ജീവിതമായല്ലോ എന്നൊക്കെ വിചാരിക്കുമ്പോൾ അവൻ കുടി നിർത്തും. കുടിയായിരുന്നല്ല പ്രശ്നം മുഴുവനും. നമ്മൾ സത്യസന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തതെന്ന് ദൈവത്തിന് തോന്നിയാൽ നിൻ്റെ കഷ്ടപ്പാടുകളെ മാറ്റാൻ കർത്താവിന് 1 സെക്കൻഡ് മതി. കാര്യം എന്താ? നിങ്ങൾ വചനം വിട്ടു പോകത്തില്ല. വചനം നിലനിൽക്കുകയാണ്. ആൻസിയിലും ഭർത്താവിലും വചനം, എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. അങ്ങനെ മദ്യപാനമോ അതുപോലെ തന്നെ വീട് വെക്കുന്ന കാര്യമോ എന്തായാലും നിങ്ങൾ ഇഷ്ടമുള്ള ചോദിക്കാം. നിങ്ങൾക്കത് ലഭിക്കുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് ആങ്ങളെ തിരിച്ചു വരും. മദ്യപാനം മാറിയല്ലേ രസം. ആ പുതിയ വീട്ടിലോട്ട് വന്നപ്പോൾ അമ്മയുടെ ഭ്രാന്തും മാറി. അപ്പം അമ്മയുടെ ഒരു ഭ്രാന്ത് മാറി, ഓർമ്മക്കുറവ് മാറി കഴിഞ്ഞപ്പോൾ അമ്മ സന്തോഷമായി, അപ്പൻ സന്തോഷമായി, ആങ്ങൾക്ക് സന്തോഷമായി. അവിടെ കുടുംബജീവിതം തിരിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാം സന്തോഷമായപ്പോൾ അമ്മയ്ക്ക് ഒറ്റ ദുഃഖമേ ഉള്ളൂ. എന്താണ്? എൻ്റെ മകൾ എന്നെ പ്രതി ലോകത്തിലെ ഏറ്റവും വലിയ കടക്കാരി ആയില്ല എന്നുള്ള ദുഃഖമാണ്. അപ്പം അതെന്ത് ചെയ്യും? എടി മോളെ, നീ കടക്കാരി ആയില്ല എടി ഞങ്ങളെ രക്ഷിച്ചപ്പോൾ. അത് അമ്മ നോക്കിക്കൊള്ളൂ എന്ന് ആൻസി പറയും. അമ്മ നോക്കി. പിറ്റേ ദിവസം അവർക്ക് ഗവൺമെൻറ് ജോലി. ഈ ഗവൺമെൻറ് ജോലിയൊക്കെ നേരത്തെ കൊടുക്കാൻ വേണമെന്ന് കൊടുക്കത്തില്ല. നമ്മളോട് പറയും നിങ്ങൾ ആദ്യം വിശ്വാസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും. ആൻസി ജയിച്ചു. ദൈവത്തിന് ഗവൺമെൻറ് ജോലിയൊക്കെ അവർക്ക് നേരത്തെ കൊടുക്കാൻ വരുന്നത്. നിങ്ങൾക്ക് പലർക്കും സംഭവം തരാതിരിക്കണതിൻ്റെ കാരണം എന്താ അറിയാമോ? നിങ്ങളത് ഉടമ്പടിയോടെ ഇൻവെസ്റ്റ് ചെയ്യണത് പോലെ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പല ആൾക്കാരിലും വചനം നിലനിൽക്കണില്ല. കാര്യം അവർക്ക് ദൈവമല്ല പ്രധാനപ്പെട്ടത്. അവർക്ക് ജോലിയാണ്, വീടാണ്, വിവാഹമാണ്, വിദേശമാണ്. ടേക്ക് ദ വേർഡ്. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന. എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുകൊണ്ട് ഉടമ്പടി ഫലശൂന്യമാകുന്നോ? അതാണ് പ്രശ്നം. അവൻ പറയണ പോലെ ചെയ്യുന്നതല്ല ഉടമ്പടി. യോഹന്നാൻ 2:5 പറഞ്ഞ എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക, അവൻ പറഞ്ഞതുപോലെ ചെയ്തോളാമെന്നും അത് അവന് മധ്യസ്ഥത്തിൽ കർത്താവിനോട് പറയണതാണ് ഉടമ്പടി. ആ ഉടമ്പടിയിൽ എങ്ങനെയാണ് നിലനിൽക്കണത്? ആ ഉടമ്പടിയിൽ നമ്മൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുക. ഇപ്പോൾ ആൻസിയുടെ ജീവിതത്തിൽ വചനം നിലനിൽക്കുകയാണ്. കഷ്ടം നഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനം നിറവേറ്റിക്കൊണ്ട് അവൾ ഉടമ്പടിയിൽ അങ്ങോട്ട് പുരോഗമിക്കണ കാണാം. ആ കാഴ്ച കാണാം. അതുപോലെ വിശ്വസിച്ചുകൊണ്ട് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം നിറവേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതാണ് നിലനിൽപ്പെന്ന് പറയണത്. വചനം ഉടമ്പടിയിലുള്ള നിലനിൽപ്പെന്ന് പറയണത്. ഈ ഉടമ്പടി നിലനിന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും അറിയാവോ? യോഹന്നാൻ 15:4. യോഹന്നാൻ 15:4. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ.
ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. 5 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന വചനം യോഹന്നാൻ 15:4 എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. പറഞ്ഞേ. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ നിങ്ങളിൽ വസിക്കും. ഞാൻ നിങ്ങളിൽ വസിക്കും. മുന്തിരിച്ചെടിയിൽ നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രഭവിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫലം പ്രഭവിക്കുവാൻ കഴിയുകയില്ല. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. ഞാൻ നിങ്ങളിലും വസിക്കും. ഇപ്പം നമുക്കറിയാലോ, നമ്മൾ വചനത്തിൽ നിലനിൽക്കാൻ പറഞ്ഞില്ലേ? 15:7 വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യോഹന്നാൻ 15:7 എന്താണ്? വചനത്തിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാം. വചനം നിവർത്തിയാക്കുമ്പോഴാണ് വചനത്തിൽ നമ്മൾ നിലനിൽക്കുന്നത്. വചനത്തിൽ നിലനിൽക്കുന്ന കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവ് നമ്മളിൽ വസിക്കണത്. മനസ്സിലായില്ലേ? നമ്മൾ എപ്പോഴും പറയും ഈ മുന്തിരിച്ചെടിയും ശാഖയൊക്കെ എപ്പോഴും അച്ഛന്മാർ പറയണതാണ്, പക്ഷെ പറയാനുള്ളത് പറയത്തില്ല. ശാഖ തായ്തടിയാണ്, ശാഖയിലാണ് ഫലം ഉണ്ടാക്കുന്നത്, നമ്മളാണ് ഫലം തരേണ്ടതെന്നൊക്കെ പറയും. എങ്ങനെയാണ് ഈ സംഭവം എങ്ങനെയാണ്? എന്ത് സംഭവത്തില്ല? ആദ്യം ഈശോ പറയുന്നുണ്ട്, എന്താണ്? നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടി നിലനിൽക്കാത്ത ശാഖയ്ക്ക് സ്വയമേവ ഫലം പ്രയോഗിക്കാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലേ നിങ്ങൾക്ക് ഫലം പ്രയോഗിക്കാൻ സാധിക്കുകയില്ല. എങ്ങനെയാണ് എന്ന് പറയും? നിങ്ങൾ എന്നിൽ വസിക്കും എന്ന് പറയുമ്പോഴേ നിങ്ങൾ എന്നിൽ വസിക്കുകയും. 15:6 വായിച്ചേ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അതായത് വസിക്കുന്നില്ലെങ്കിലുള്ള പ്രശ്നം എന്താ അറിയാവാ? പൊകിടൻ ക്രിസ്ത്യാനിയാകും. അവിടെ ദൈവം യാതൊരു ദാക്ഷിണ്യവും കാണിക്കണില്ല. എന്നെ നിങ്ങൾ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉണങ്ങിപ്പോകും, കൃപ വറ്റിപ്പോകും. പിന്നെന്ത് ചെയ്യും? പുറത്തോട്ട് എറിഞ്ഞു കളയും. പുറത്തോട്ട് എറിഞ്ഞു കളയുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. അതിൻ്റെ അകത്ത് ദൈവത്തിന് കുറച്ച് സാഡിസം കൂടി കേട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എറിഞ്ഞു കളഞ്ഞ് ഉണങ്ങിപ്പോയ സാധനത്തിന് തിരക്കി എടുത്തുകൊണ്ട് പോയി ചുട്ടുകളയെന്ന് പറഞ്ഞിരിക്കണേ. പോരെ? ഇപ്പോൾ ഒറ്റ നടക്ക പോകത്തിൽ നടത്താം. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം അറിയാതെ ജീവിച്ചാൽ നിനക്ക് വെച്ചിട്ടുണ്ട് മകനെ. ഇത് നിസ്സാരമല്ല. ഇത് പറയാൻ സഭ ഇപ്പോൾ പറയണില്ലല്ലോ.
സഭയ്ക്ക് എല്ലാ ആൾക്കാർക്ക് ഇക്കിളി കൂട്ടിയിട്ട് കുറേ ചിരിച്ചിപ്പിച്ച് എന്നാൽ പിന്നെ പട്ടപ്പ് കിട്ടേണ്ട ആവശ്യമില്ല. ആൾക്കാർക്ക് ഒരു സാധനം വടി കൊണ്ട് ആൾക്കാരുടെ പളക്കെട്ട് കുത്തി കൊടുത്താൽ പോരെ. കർത്താവിൻ്റെ വചനം നീ അറിഞ്ഞതിന് ശേഷം നീ അറിയാത്ത പോലെ തലയെ മുണ്ടിട്ട് ജീവിച്ചാൽ പണി വരുന്നുണ്ട് അവറാച്ച. ഒരു മാർഗ്ഗമില്ല എൻ്റെ അകത്ത്. കർത്താവിൻ്റെ വചനം അറിഞ്ഞതിന് ശേഷം, അതായത് എന്താണെന്ന് വിചാരിക്കുക, എൻ്റെ മക്കളെ, നിങ്ങളുടെ കല്യാണവും വിവാഹവും മക്കളുണ്ടാകുന്നതും അല്ല ദൈവത്തിൻ്റെ പ്രശ്നം. ദൈവത്തിൻ്റെ പ്രശ്നം യേശുക്രിസ്തുവിൻ്റെ ചോരയാണ്. അത് ഈ ഭൂമി വീണിരിക്കുകയാണ്. അത് വെറുതെ ആയിപ്പോയാൽ, അവൻ്റെ വചനം കേട്ടിട്ട് അവൻ്റെ ചോരയെ നീ വ്യർത്ഥമാക്കിയാൽ പിന്നെ ദൈവത്തിന് മുമ്പിൽ നിനക്കെന്നാ വില ഉള്ളത്? അത് ഉണങ്ങിയ കമ്പ് പോലെ കരിഞ്ഞു പോകും. അതിനെ കത്തിച്ച് ചാമ്പലാക്കി കളയാവുന്നതാണ്. ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ആ നിത്യതയിലായാലും നിൻ്റെ കാര്യം സ്വാഹ. പക്ഷേ മറിച്ചുടനെ ദൈവം പറയും, എൻ്റെ വചനം കേൾക്കുകയും പറഞ്ഞേ എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. എങ്ങനെയാണ് ലഭിക്കണത്? ദൈവത്തിൻ്റെ വചനം നമ്മൾ കേട്ട് പാൻസിയെ പോലെ വചനം നിലനിർത്തിക്കൊണ്ട് വചനം പ്രയോഗത്തിൽ വരുത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത്? വചനം നമ്മൾ നിവർത്തിയാക്കി കഴിയുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. മനസ്സിലായില്ലേ? കാനായിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോഴുള്ള മിനിമം പരിപാടിയല്ല ഇത്. ഉടമ്പടിയിലെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാണ്. സുവിശേഷത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ്? ക്രിസ്തു നമ്മളിൽ വസിക്കുകയാണ്. ക്രൈസ്റ്റിൻ. അപ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനിയാകണത്. ചിലപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ട് കാണത്തിലായിരിക്കും, പക്ഷേ വചനം അവൻ്റെ നാമത്തിൽ വചനം സ്വീകരിക്കുകയും അവൻ്റെ വചനം ജീവിക്കുകയും ചെയ്യുമ്പോൾ ഇറ്റ്സ് ഫോർ ദ ബൈ നോ മീൻസ് യുവർ ക്രിസ്ത്യൻ. നീ ആകും മതമൊന്നും പറഞ്ഞ ഒരു കാര്യമില്ല. എന്താ കാര്യം? നീ ക്രിസ്തുവിനെ സ്വീകരിക്കുക, ക്രിസ്തുവിൻ്റെ കൃപയിൽ ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. എന്താ കാര്യം? നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ലഭിക്കാൻ കാര്യം? എന്താണ്? ക്രിസ്തു നമ്മൾ വസിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലഭിക്കണത്. മനസ്സിലായി? അത് നിങ്ങൾ അറിയണം. അതിൻ്റെ അകത്ത് അതാ വചനത്തിലുണ്ട്, അതിൻ്റെ അർത്ഥം വ്യംഗ്യാർത്ഥമുണ്ട്. 15:4 വായിച്ച് ശ്രുതികട. ഹല്ലേലൂയ 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 ആരാധന. യേശുവേ നന്ദി. യോഹന്നാൻ 15:4 നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. അപ്പൊ ഈ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ള സംഭവം ഉടമ്പടിയുടെ നിയോഗമാണ്. ഫലം. ഈ ഫലം ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ആത്മീയമാകാം, ശാരീരികമാകാം. ആ ഫലം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ക്രിസ്തുവിൽ വസിക്കണം. ക്രിസ്തുവിൽ വസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണം. ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നിങ്ങൾ പാലിച്ച് ജീവിക്കണം. അതാണ് ആൻസർ ചെയ്തിരിക്കണത്. അപ്പോഴെന്ത് പറ്റും? ഞാൻ നിങ്ങളിൽ വസിക്കും. 15:4. അങ്ങനെ ക്രിസ്തു നമ്മൾ വസിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാകണത്. അത് നിത്യത ഫലമുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ഫലങ്ങളുണ്ട്. എന്താ കാര്യം? എൻ്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. യോഹന്നാൻ 14:10 ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ? ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധ പറയുന്നതല്ല, പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് തന്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. അപ്പൊ യേശുക്രിസ്തു വസിക്കുന്ന പിതാവാണ് യേശുക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നത്. നമ്മൾ വചനം പാലിക്കുന്നതിലൂടെ ഈ യേശുക്രിസ്തുവും പിതാവും നമ്മൾ വസിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫലങ്ങളാണ് പ്രവർത്തിക്കുന്നത്. അതാണ് ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. നീ ചെയ്ത നന്മകൾ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ
ചോര തന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പു പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയാൽ എന്നെയും വീണ്ടെടുത്തു. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ, നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ മഹത്വം, മഹത്വം, ആരാധന. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ സന്തോഷത്തോടെ ഒരു ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസിനും വെച്ചുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിലുള്ളവരും ഓൺലൈനിലുള്ളവരും ഈ ധ്യാനം എപ്പോഴെല്ലാം കേൾക്കുന്നു അപ്പോഴെല്ലാം ഈ സമയത്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ഇടിപ്പണ പോലെ കർത്താവിൻ്റെ വലിയ ശക്തി നമ്മളിലേക്ക് ആവശ്യിക്കുന്ന വലിയ സ്വർഗീയ നിമിഷമാണ്. കർത്താവേ, നിന്നെ വാഴ്ത്തുന്നു കർത്താവേ, നിനക്ക് നന്ദി പറയുന്നു കർത്താവേ. നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ശ്രുതികടേ, നിനക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, നിനക്ക് വേണ്ടി തിരുവിടാവിൽ മെരുവേറ്റവനെ, നിനക്ക് വേണ്ടി മെഴുക്കിടം ചൂടിയവനെ, നിന്നെ മെഴുക്കിടം നൽകുന്ന വിശുദ്ധമായ രക്തം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ. ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും ഒഴുക്കണമേ കർത്താവേ. നിന്റെ വിശുദ്ധ രക്തത്താൽ അങ്ങനെ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. വൈദാക്കാലം പോലെ, അടിപ്പിട പോലെ മാരക രോഗങ്ങള്, തീരാവേദികള്, കുടൽ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ഭ്രാന്തി രോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ. സത്യാലല്ല ശ്രുതികളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യാലല്ല, ശക്തിയാലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ, നിത്തിടും ദയയാൽ, ദയയാൽ, നിത്യദയയാൽ. വീണ്ടും ഉദരത്തിൽ കൈവച്ചുകൊണ്ട്, ഇടത് കൈവച്ചുകൊണ്ട്, വലത് കൈ ശേഷം വെച്ചുകൊണ്ട് നീ പ്രാർത്ഥന നിന്നോട് ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കുക. നിന്റെ മകളാകാം, അയൽവാസിയാകാം, ബന്ധുവാകാം, സ്വന്തമാകാം, അയൽവാസി ആരായാലും നിന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം, അവിടെ ജോലിയില്ലാത്ത അവസ്ഥയാകാം, അവർക്ക് വീടില്ലാത്ത അവസ്ഥയാകാം, വഴിയില്ലാത്ത അവസ്ഥയാകാം, അവർ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ജയിക്കാത്ത അവസ്ഥയാകാം, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരാകാം, വിവാഹം ഒത്തുവരാത്തവരാകാം, മക്കളില്ലാത്തവരാകാം, ആന്തരിക അവയവങ്ങൾ രോഗങ്ങളുള്ളവരാകാം, വിദേശത്ത് നിന്ന് പോരാൻ പറ്റാത്തവരാകാം, തിരിച്ചു പോകാൻ പറ്റാത്തവരാകാം, രേഖാമൂലമുള്ള തടസ്സമാകാം. എന്ത് തടസ്സമായാലും ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. യേശു ക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ ഉടമ്പടി നൽകിയ മാതാവിൻ്റെ മാധ്യസ്ഥതയിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് ഈ അൾത്താറയിൽ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ഈശോയുടെ ഉന്നതമായ നാമത്തില് ഇന്ന് വരെ ഉടമ്പടി എടുത്തിട്ട് വ്യക്തിയോടെ ചെയ്യുന്ന എല്ലാ മക്കളുടെ മധ്യസ്ഥ പ്രാർത്ഥന ശക്തിയാൽ മാരക രോഗങ്ങള്, വേദികള്, ജീവിതങ്ങള് യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.